ഹായ് ഓൾ, അസ്സാം വലൈക്കും, വെൽക്കം ബാക്ക്. അപ്പോൾ ഇന്നത്തെ നമ്മുടെ ഒരു അടിപൊളി വെറൈറ്റി ഈവനിങ് സ്നാക്കാണ് കേട്ടോ. നമ്മുടെ വീട്ടിൽ കുറച്ച് മുട്ടയും ഗോതമ്പൊടിയൊക്കെ ഉണ്ട് എന്നുണ്ടെങ്കിൽ ഇന്ന് വൈകുന്നേരം തന്നെ ഉണ്ടാക്കി അടിപൊളി ടേസ്റ്റാണ്. അല്ലെങ്കിൽ ചപ്പാത്തി മാവ് ബാക്കിയായാലും കൂടി ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു അടിപൊളി സ്നാക്കാണ്. അപ്പോൾ നമുക്ക് വീട്ടിലേക്ക് പോയാലോ? വീട്ടിലേക്ക് പോകുന്നതിന് മുന്നേ നിങ്ങൾക്ക് ചാനൽ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. അപ്പോൾ നമുക്ക് ആദ്യം തന്നെ ഇതിലേക്കുള്ള ഒരു ചെറിയൊരു ഫില്ലിംഗ് ഒന്ന് റെഡിയാക്കി എടുക്കണം. അപ്പോൾ ഈ ഒരു പാനിലേക്ക് ഒരു 3-4 ടേബിൾ സ്പൂണോളം വെളിച്ചെണ്ണയോ ഓയിലോ എന്തെങ്കിലും ഒഴിച്ചു കൊടുക്കുക കേട്ടോ, ഏതായാലും കുഴപ്പമില്ല. എണ്ണ നല്ലപോലെ ചൂടായതിനു ശേഷം ഞാൻ ഇതിലേക്കൊരു 3 വലിയ സവാള ഇതുപോലെ പൊടിയായിട്ട് കട്ട് ചെയ്തിട്ട് ചേർത്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ ഇതിലേക്ക് ഈ ഒരു ടൈമിൽ കുറച്ച് ഉപ്പും കൂടി ചേർത്തിട്ട് ജസ്റ്റ് ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഈ ഒരു ടൈമിൽ നല്ലോണം വഴറ്റിയെടുക്കേണ്ട ആവശ്യമൊന്നുമില്ല കേട്ടോ, ഒന്ന് ഇതുപോലെ ഒന്ന് ഇളക്കിയിട്ട് എടുക്കുക. ഇനി നമുക്ക് ഇതിലേക്കുള്ള ഇഞ്ചി വെളുത്തുള്ളി പച്ചമുളകൊക്കെ ചേർത്ത് കൊടുക്കാം. അപ്പോൾ ആദ്യം തന്നെ 1 ടീസ്പൂൺ വെളുത്തുള്ളി ഇതുപോലെ പൊടിയായിട്ട് കട്ട് ചെയ്തിട്ട് ചേർത്ത് കൊടുക്കുന്നുണ്ട്. അതുപോലെ തന്നെ 1 ടീസ്പൂണോളം ഇഞ്ചിയും കൂടി ഇതുപോലെ ചെറുതായിട്ട് കട്ട് ചെയ്തിട്ട് ചേർത്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ എരിവിന് ആവശ്യമായിട്ടുള്ള പച്ചമുളകും വട്ടത്തിൽ കട്ട് ചെയ്തിട്ടാണ് ചേർത്ത് കൊടുക്കുന്നത്. ഇത്രയും ചേർത്തിട്ട് ഒന്ന് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് ഇതുപോലെ ഒന്ന് അടച്ചു വെച്ച് കൊടുത്തതിന് ശേഷം ഒന്നെല്ലാം കൂടി ഒന്നിച്ച് തന്നെ വഴറ്റിയെടുക്കുക കേട്ടോ. ഒരുപാട് സമയം സെപ്പറേറ്റ് വഴറ്റിയെടുത്തിട്ട് ടൈം കളയേണ്ട ആവശ്യമൊന്നുമില്ല, ഇങ്ങനെ മതി. ഇപ്പോൾ ഈ ഒരു രീതിക്ക് ഞാൻ നന്നായിട്ട് വഴറ്റിയെടുത്തിട്ടുണ്ട്. അത്യാവശ്യം നല്ലപോലെ സോഫ്റ്റൊക്കെ ആയി വന്നിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് ആവശ്യമായിട്ടുള്ള പൊടികൾ ചേർത്ത് കൊടുക്കാം. അപ്പോൾ ആദ്യം തന്നെ ഒരു 1/4 ടീസ്പൂണോളം മഞ്ഞൾപ്പൊടിയും പിന്നെ ഏകദേശം ഒരു 1/2 ടീസ്പൂണോളം കുരുമുളക് പൊടി, അത് എരിവ് നോക്കിയിട്ട് ഇട്ട് കൊടുക്കണേ. പിന്നെ ഒരു 1/2 ടീസ്പൂൺ ഗരം മസാല പൊടിയും അതുപോലെ തന്നെ ഒരു 1/2 ടീസ്പൂണോളം ചിക്കൻ മസാല പൊടിയും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്. ചിക്കൻ മസാല പൊടി ഇഷ്ടമില്ല എന്നുണ്ടെങ്കിൽ സ്കിപ്പ് ചെയ്യാട്ടോ, അതിന് നിർബന്ധമൊന്നുമില്ല. അപ്പോൾ ഇത്രയും ചേർത്തിട്ട് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കുക. ഈ ഒരു ടൈമിൽ ഫ്ലെയിം നന്നായിട്ട് കുറച്ച് വെക്കണേ. എന്നിട്ട് നല്ലപോലെ ഒന്ന് വഴറ്റിയെടുക്കാം. അതുപോലെ തന്നെ നിങ്ങൾ എടുക്കുന്ന സവാളയുടെയൊക്കെ ക്വാണ്ടിറ്റിക്ക് അനുസരിച്ച് പൊടികളുടെ അളവിൽ പ്രത്യേകം മാറ്റം വരുത്തണേ, അല്ലെങ്കിൽ ഭയങ്കര കുത്തലുണ്ടാവും പൊടികൾ കൂടിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ. അപ്പോൾ ഇതുപോലെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുത്ത് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം. അപ്പോൾ ഇതുപോലെ വഴറ്റിയെടുത്തതിന് ശേഷം ലാസ്റ്റിന് കുറച്ച് മല്ലിയിലും കറിവേപ്പിലൊക്കെ ഇതുപോലെ പൊടിയായിട്ട് കട്ട് ചെയ്തിട്ട് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇതൊക്കെ നിങ്ങളുടെ ടേസ്റ്റിനനുസരിച്ച് ചേർത്ത് കൊടുക്കുക കേട്ടോ. അപ്പോൾ ഇതുപോലെ എല്ലാം മിക്സ് ചെയ്ത് കൊടുത്തതിന് ശേഷം ലാസ്റ്റ് ഞാനിവിടെ 3 മുട്ട പുഴുങ്ങിയെടുത്തിട്ടുണ്ട്. എന്നിട്ട് 1നെ 4 ആക്കിയിട്ട് നമ്മൾ നീളത്ത് കട്ട് ചെയ്യുമല്ലോ, അങ്ങനെ ജസ്റ്റ് ഒന്ന് കട്ട് ചെയ്തിട്ട് ഇതുപോലെ ഇട്ടിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. മുട്ട ഏത് ഷേപ്പിലും കട്ട് ചെയ്യുക, കുഴപ്പമൊന്നുമില്ല. അപ്പോൾ എന്നിട്ട് പതുക്കെ ഒന്നും ഉടഞ്ഞു പോകാത്ത രീതിയിലും നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കാം. അതുപോലെ തന്നെ മുട്ട ഇട്ട് കൊടുക്കുന്നതിന് മുന്നേ നോക്കണേ, നിങ്ങൾ എരിവോ ഉപ്പൊക്കെ കുറവുണ്ട് എന്നുണ്ടെങ്കിൽ അതിനനുസരിച്ച് എല്ലാം ഇട്ട് കൊടുക്കുക കേട്ടോ. എന്നിട്ട് മാത്രം ലാസ്റ്റ് മുട്ട ഇട്ടിട്ട് ഒന്ന് ഇതുപോലെ മിക്സ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ നമ്മുടെ ഫില്ലിങ് റെഡി ആയിട്ടുണ്ട് കേട്ടോ. സിമ്പിളല്ലേ, ഇത്രയേ ഉള്ളൂ പരിപാടി. ഇനി നമുക്ക് ഈ ഒരു സ്നാക്കിലേക്ക് ആവശ്യമായിട്ടുള്ള മാവൊന്ന് കുഴച്ചെടുക്കാം. അപ്പോൾ ഞാനിവിടെ ഗോതമ്പൊടി വെച്ചിട്ടാണ് ചെയ്യുന്നത്. നിങ്ങൾക്ക് പകരം മൈദ വേണ്ടിക്ക് എടുക്കാം, പക്ഷേ ഗോതമ്പൊടി ആകുമ്പോൾ നല്ല ഹെൽത്തി ആയിട്ട് നമുക്ക് ചെയ്യാവുന്നേ ഉള്ളൂ. അപ്പോൾ ഞാൻ ഇതവിടെ 2 കപ്പോളം ഗോതമ്പ് പൊടി ഈ ഒരു ബൗളിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട്. എൻ്റെ ഇപ്പോൾ 250 ml 2 കപ്പ്. അപ്പോൾ ഇതിൻ്റെ അളവ് എന്ന് പറയുന്നത് നിങ്ങൾക്ക് എത്ര സ്നാക്ക് ആക്കുന്നുണ്ടോ അതിനനുസരിച്ചുള്ള അളവിലെടുക്കുക കേട്ടോ. എന്നിട്ട് ഇതിലേക്ക് പാകത്തിനുള്ള ഉപ്പും കൂടി ചേർത്തിട്ട് നന്നായിട്ട് ഇതുപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് ഇതുപോലെ കുറച്ചായിട്ട് വെള്ളം ഒഴിച്ചിട്ട് നമ്മൾ എങ്ങനെയാണോ ചപ്പാത്തിക്ക് വീട്ടിൽ കുഴച്ചെടുക്കുന്നത് അതുപോലെ കുഴച്ചെടുക്കുക. അത്യാവശ്യം നല്ല സോഫ്റ്റായിട്ട് തന്നെ കുഴച്ചെടുക്കുക കേട്ടോ. അപ്പോൾ ഞാനിവിടെ പച്ചവെള്ളമാണ് ഒഴിക്കുന്നത്. നിങ്ങൾക്ക് പകരം ചൂടുള്ള വെള്ളം എടുക്കണമെന്നുണ്ടെങ്കിൽ അങ്ങനെ എടുക്കുക, കുഴപ്പമൊന്നുമില്ല. എങ്ങനെയാലും കുഴപ്പമില്ല, നമ്മൾ നല്ലപോലെ സോഫ്റ്റായിട്ട് കുഴച്ചെടുക്കുക. അപ്പോൾ ഈ ഒരു രീതിക്ക് ഞാൻ നന്നായിട്ടൊന്ന് കുഴച്ചെടുത്തിട്ടുണ്ട്. ഇനി ലാസ്റ്റ് നമുക്കിതിലേക്ക് ഏകദേശം ഒരു 1-1.5 ടേബിൾ സ്പൂണോളം ഓയിൽ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് ഓയിലോ വെളിച്ചെണ്ണ എന്തായാലും കുഴപ്പമില്ല കേട്ടോ. എന്നിട്ട് ഒന്നുകൂടി നന്നായിട്ടൊന്ന് കുഴച്ചെടുക്കുക. ഈ ഒരു സോഫ്റ്റ് തന്നെ കുഴച്ചെടുക്കണം, എങ്കിലേ നമുക്ക് നല്ലപോലെ പരത്തി ഷേപ്പ് ചെയ്തെടുക്കാൻ ഈസി ആയിട്ട് പറ്റുള്ളൂ. അപ്പോൾ നമുക്കിനി നമ്മുടെ സ്നാക്ക് ഒന്ന് ഷേപ്പ് ചെയ്തെടുക്കാം. അപ്പോൾ ഇതുപോലെ ഒന്നിക്ക് ചോറ് വെച്ചുന്ന അരിപ്പ അല്ലെങ്കിൽ സ്റ്റീമറിൻ്റെ ഇതുപോലത്തെ ഭാഗം വരുന്ന തട്ടില്ലേ, അതിലേതെങ്കിലും ഒന്നിൽ വെച്ചിട്ട് ഷേപ്പ് ചെയ്തെടുക്കട്ടെ. നല്ലൊരു ഭംഗിക്ക് വേണ്ടിയിട്ട് മാത്രമാണ്, നിർബന്ധമായിട്ടുള്ള കാര്യമൊന്നുമില്ല. ആ ഒരു ഷേപ്പിലൊരു ഭംഗി കൊടുക്കും, വെറൈറ്റി ആയിട്ടുള്ള, അതിന് വേണ്ടിയിട്ടാണ്. അപ്പോൾ ആദ്യം തന്നെ ഇതുപോലെ തട്ടെടുത്തിട്ട് ഞാൻ അതിൻ്റെ അടിഭാഗത്തായിട്ട് കുറച്ചൊന്ന് ഓയിൽ കയ്യിലെടുത്തിട്ട് ഇതുപോലെ നന്നായിട്ട് തടവി കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് നമ്മൾ കുഴച്ച് വെച്ചിട്ടുള്ള മാവില്ലേ, അതിൽ നിന്ന് ഓരോ കുഞ്ഞു ബോൾസാക്കി എടുത്തിട്ട് നന്നായിട്ട് ഷേപ്പ് ചെയ്തിട്ട് ഇതിൻ്റെ മുകളിലായിട്ട് വെച്ചിട്ട് ജസ്റ്റ് ഒന്ന് കൈ വെച്ചിട്ടൊന്ന് ലെവൽ ചെയ്ത് പ്രസ് ചെയ്ത് കൊടുക്കുക. അതിനുശേഷം റോളർ ഉപയോഗിച്ചിട്ട് നന്നായിട്ടൊന്ന് പരത്തി കൊടുക്കുക. അപ്പോൾ പരത്തി കൊടുക്കുമ്പോൾ പ്രത്യേകിച്ച് ശ്രദ്ധിക്കുക, ഓവർ ബലം കൊടുത്തിട്ട് പരത്തണ്ട കേട്ടോ. കാരണം പിന്നെ ഓയിൽ തേച്ചാണ്, എന്നാലും ചിലപ്പോൾ പറ്റിപ്പോണ്ട, അതുകൊണ്ട് തന്നെ. അപ്പോൾ നന്നായിട്ട് ആ ഒരു ഷേപ്പ് കിട്ടാൻ വേണ്ടിയിട്ട് നന്നായിട്ടൊന്ന് പരത്തി കൊടുക്കുക.
എന്നിട്ട് ഇതുപോലെ ഒന്ന് പരത്തി കൊടുത്തതിന് ശേഷം നമ്മുടെ കുറച്ച് മസാലയും അതുപോലെ തന്നെ ഒരു പീസ് അളവിൽ മുട്ടയും വെച്ചിട്ട് ഇതുപോലെ ഒന്ന് ഫോൾഡ് ചെയ്ത് കൊടുക്കാനായിട്ടോ വേണ്ടത്. അപ്പോൾ പതുക്കെ ഇതുപോലെ വലിക്കുക. എന്നിട്ട് ഈ ഒരു സൈഡിൽ നമ്മൾ കോഴിയുടെയൊക്കെ ചെയ്യുന്നുണ്ടല്ലോ അതുപോലെ ചെയ്തിട്ട് ഒന്ന് പ്രസ് ചെയ്ത് കൊടുക്കുക. സൈഡ് നന്നായിട്ട് പ്രസ് ചെയ്ത് കൊടുക്കണേ. അപ്പോൾ ഇതുപോലെ ഫോൾഡ് ചെയ്യുമ്പോൾ തന്നെ കണ്ടില്ല ആ ഒരു ഷേപ്പ്, ഒരു കുഞ്ഞു കുഞ്ഞ് ഉരുളയായിട്ടുള്ള ഒരു ഷേപ്പ്, ആ ഒരു ഭംഗിക്ക് വേണ്ടിയിട്ട് മാത്രമാണ് കേട്ടോ ഇങ്ങനെ ചെയ്തിട്ടുള്ളത്. അപ്പോൾ എൻ്റെത് ഇപ്പോൾ ഇത് സ്റ്റീമറിൻ്റെ തട്ടാണ് ഞാൻ എടുത്തിട്ടുള്ളത്. നിങ്ങൾ ചോറ് ഊറ്റുന്ന അരിപ്പുണ്ടെങ്കിൽ അതാണ് ബെസ്റ്റ്. കാരണം അതാകുമ്പോൾ കുറച്ചുകൂടി അടുത്തിട്ടുള്ള ഷേപ്പ് കിട്ടും. കാരണം കുഞ്ഞു കുഞ്ഞു ഹോൾസ് അല്ലേ അതിനുണ്ടാകുക. എൻ്റെതിപ്പോൾ അതിൻ്റെ അടിയിലൊരു ചെറിയൊരു ഷേപ്പ് വരുന്നതുകൊണ്ട് ഞാൻ അത് എടുത്തിട്ടില്ല. കണ്ടില്ല, നല്ല ഭംഗിയില്ല കാണാൻ വേണ്ടിയിട്ട്, ലുക്കായിട്ട് കിട്ടാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. ഇനി നമുക്കിത് ഡയറക്റ്റ് പൂരിയൊക്കെ ഫ്രൈ ചെയ്യുന്ന പോലെ എണ്ണയിലിട്ടിട്ട് ഫ്രൈ ചെയ്യുക, അത്ര മാത്രമേ ഉള്ളൂ. അപ്പോൾ ഇതുപോലെ പരത്തി വെച്ചതിന് ശേഷം ഞാൻ അവിടെ ചീനച്ചട്ടിയിൽ എണ്ണ ചൂടാക്കാൻ വേണ്ടി വെച്ചിട്ടുണ്ട്. അപ്പോൾ എണ്ണയൊക്കെ നല്ലപോലെ ചൂടായതിന് ശേഷം മാത്രം ഈ ഒരു തട്ടുന്ന ഇതുപോലെ എടുത്താൽ മതി കേട്ടോ. അല്ലെങ്കിൽ നമ്മൾ ആദ്യം തന്നെ എടുത്തിട്ട് കയ്യിൽ പിടിച്ച് കഴിഞ്ഞാൽ അവിടെ ഒട്ടി നിന്നിട്ട് ആ ഒരു ഷേപ്പൊക്കെ ഭംഗിയൊക്കെ പോയി പോവും. അതുകൊണ്ട് എണ്ണ ഇതുപോലെ നല്ലപോലെ ചൂടായതിന് ശേഷം മാത്രം ഡയറക്റ്റ് എണ്ണയിലേക്ക് ഇട്ടിട്ട് നല്ലപോലെ പൂരിയൊക്കെ ഫ്രൈ ചെയ്തെടുക്കുന്ന പോലെ തന്നെ ചെയ്തെടുക്കുക. പക്ഷേ കുറച്ചൊന്ന് നല്ലോണം വേവണേ, ഉള്ളൊക്കെ നന്നായിട്ട് വേവണം. നേരിയതാക്കിയിട്ട് പരത്തി കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് പെട്ടെന്ന് വെന്ത് കിട്ടും കേട്ടോ. പക്ഷെ അത്രയ്ക്ക് നല്ലൊരു ഷേപ്പ് കിട്ടില്ല, അതുകൊണ്ട് കുറച്ചൊന്ന് കട്ടിയിൽ പരത്തിയെടുക്കാം. അപ്പോൾ ഇതുപോലെ നല്ലപോലെ തിരിച്ചൊക്കെ ഇട്ടിട്ട് ഒന്ന് ഫ്രൈ ആക്കി കളർ മാറി വരുന്നവരെ വെയിറ്റ് ചെയ്യാം. അപ്പോൾ ഇത്രയേ ഉള്ളൂ, നമ്മുടെ സ്നാക്കൊക്കെ നല്ലപോലെ വെന്ത് സെറ്റായിട്ടുണ്ട്. സിമ്പിളല്ലേ ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പോൾ എന്തായാലും ഒരു തവണയെങ്കിലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക കേട്ടോ. അപ്പോൾ സ്പെഷ്യലായിട്ട് അങ്ങനെ ട്രൈ ചെയ്യണമെന്നൊന്നുമില്ല, വീട്ടിൽ ചപ്പാത്തി എപ്പോഴും ഉണ്ടാക്കുമല്ലോ. അപ്പോൾ ചപ്പാത്തി മാവ് ബാക്കി വന്നാലും പെട്ടെന്ന് തന്നെ ഫില്ലിങ് ഉണ്ടാക്കിയിട്ട് ഈ ഒരു സ്നാക്ക് ഉണ്ടാക്കി നോക്കിയാൽ മതി കേട്ടോ. ഭയങ്കര ടേസ്റ്റ് ആയിട്ടുള്ള ഐറ്റമാണ്. അപ്പോൾ നമുക്ക് എന്തെങ്കിലും വൈകുന്നേരം ഒരു സ്പെഷ്യലായിട്ട് കഴിക്കണം എന്ന് തോന്നുമ്പോൾ ഒക്കെ ഒരു വെറൈറ്റി ആയിട്ട് ആ ഒരു ഷേപ്പോട് കൂടി തയ്യാറാക്കാൻ പറ്റുന്ന ഒരു ഐറ്റം, അത്രയും ഉദ്ദേശിച്ചിട്ടില്ല കേട്ടോ. സിമ്പിളാണ്, നല്ല ടേസ്റ്റാണ് കേട്ടോ കഴിക്കാൻ വേണ്ടിയിട്ട്. ചൂട് കട്ടനോ ചൂട് പാൽച്ചായക്കൊക്കെ ബെസ്റ്റ് എന്ന് തന്നെ പറയാം. അപ്പോൾ ഇത്രയേ ഉള്ളൂ. വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മാക്സിമം ഷെയർ ചെയ്തെടുക്കാനും മറക്കില്ല. അതുപോലെ തന്നെ എന്തായാലും നിങ്ങളൊന്ന് കമൻറ്റ് ചെയ്യണം, എല്ലാ ഫീഡ്ബാക്ക്സും അറിയിക്കുക, കമൻറ്റ് ചെയ്യും. അപ്പോൾ വീണ്ടും ഒരു അടിപൊളി വീഡിയോ ആയിട്ട് കാണാം. താങ്ക്